2018 പ്രളയം വല്ലാത്തൊരു പ്രളയമായിരുന്നത്. അത് കഴിഞ്ഞ് പാലക്കാടൊക്കെ ഉണ്ടായി. എന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചൊരു വല്ലാത്ത പ്രളയം. വെള്ളം കയറി ഇറങ്ങിയ ഞങ്ങളുടെ താഴത്തെ ഹോള് അത് വല്ലാതെ കിടക്കുക. പണിയാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊന്ന് പൊളിച്ചു. പക്ഷെ പണി മുമ്പോട്ട് പോകുന്നില്ല. വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി, എല്ലാം കൊണ്ടും ഒരു അന്ധകാരം. ഞാനങ്ങനെ പേടിക്കുന്ന മനുഷ്യനല്ല. പക്ഷെ ആ രാത്രി എന്നെ ഭയം പിടിച്ചു. ഭയം ഒരു വല്ലാത്ത ദുരാത്മാവാണ്. ഞാനങ്ങനെ പേടിക്കാറില്ല. സാധാരണഗതി പല വിഷയങ്ങളിലും ഞാനിങ്ങനെ നിർഭയനായിരിക്കുന്ന ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. വലിയ വിഷയങ്ങൾക്ക് മുമ്പ് ഞാൻ കുടുങ്ങാൻ നിന്നിട്ടുണ്ട്. പക്ഷേ ആ രാത്രി ഒരു ഭയം എന്നെ പിടിച്ചു. ഭയം വല്ലാത്തൊരു ഭയമായിരുന്നു. ഞാൻ രാത്രി ഹോളിൽ പോയിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഞാനിന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം വന്ന് എൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നറിയാൻ പ്രാർത്ഥിച്ചു. ഒരു 3 മണി ആയപ്പോൾ ഈ കൂട്ടുകാരൻ പോയി. ഞാൻ വീണ്ടും ഇരുന്നു. വെളുപ്പിനെ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. നേരം വെളുത്തില്ല. എൻ്റെ ഭാര്യ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുറ്റത്തൊരാൾ നിൽക്കുന്നു, അച്ഛനെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ ആളെ കട്ടിച്ച് തിരിച്ചറിയാം. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി നാക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചു, എന്താ ഈ വെളുപ്പനെ? അല്ല, ഒന്ന് കാണാൻ വന്ന പാസ്. വെളുപ്പനെ ആകുമ്പോൾ ഇവിടെ കാണും, എങ്ങും പോകുന്നതിന് മുമ്പ് വന്ന. എന്തുകൊണ്ട്? ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം എന്നാൽ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി പെരയ്ക്കകത്ത് കയറിയ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്താ? വീണ്ടും ചോദിച്ചു, പേടിച്ചോ? ഞാൻ പറഞ്ഞു, സഹോദര പേടിച്ചു. എന്താ കാര്യം? 2 മണി ആയപ്പം കർത്താവ് എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞു, റാന്നിയിലുള്ള പ്രിൻസ് പാസ്റ്റർ പേടിച്ചിരിക്കുന്നു. നീ ഇപ്പം ചെന്ന് പറയണം, പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഉലകത്തിൽ ഒരു മനുഷ്യനറിയത്തില്ല, ഒരു കാര്യവും പറയാതെ അറിയുന്ന ഒരാൾ കർത്താവ്. ഇങ്ങനൊരു കർത്താവ് മനുഷ്യൻ